ഇന്നത്തെ കാഴ്ചക്ക് ഹൈലൈറ്റ് എന്ന് പറയുന്നത് മറൈൻ ഡ്രൈവ്, എറണാകുളം ബോട്ട് ജെട്ടി ബോട്ട് യാത്ര, വാസ്കോ ഡ ഗാമ സ്ക്വയർ, സ്റ്റീം ബോയിലറുകൾ, ഫോർട്ട് ഇമ്മാനുവൽ കോട്ട, ഫോർട്ട് കൊച്ചി ബീച്ച്, ജങ്കാ സർവീസ്. കാഴ്ചകൾ ആരംഭിക്കുന്നത് മറൈൻ ഡ്രൈവിൽ നിന്നാണ്. എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മറൈൻ ഡ്രൈവ്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് നടക്കുവാനും ഇരുന്ന് വിശ്രമിച്ചുകൊണ്ട് കൊച്ചിയുടെ കായൽ കാഴ്ചകളും ആസ്വദിക്കുവാനും സാധിക്കുന്നു. ഉച്ചയെന്നില ഇവിടെ ആളുകൾ കാഴ്ച കാണാൻ എത്തുന്നു. അങ്ങ് ദൂരെ വാട്ടർ മെട്രോ ബോട്ട് പോകുന്നത് കാണാം. കുറച്ച് ചെന്നാൽ ആകർഷണങ്ങൾ ഒന്നായ മഴവിൽ പാലം. CID മൂസ സിനിമയിൽ ഈ പാലം കാണിക്കുന്നുണ്ട്. വഴിയരികിൽ കച്ചവടം നടത്തുന്നവരെയും കാണാം. തൊപ്പികളും കൂളിംഗ് ഗ്ലാസുകളും വിൽക്കാൻ വെച്ചിരിക്കുന്നു. കുറച്ച് ചെന്നാൽ സ്റ്റാച്ചു ചെയ്യുന്ന ഉപകരണങ്ങളും സ്റ്റാച്ചു ചിത്രങ്ങളുടെ ബാനറുകളും വെച്ചിരിക്കുന്നു. അങ്ങ് ദൂരെ ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. അത് ആരെയോ ലക്ഷ്യം വെച്ചുള്ള പോക്കാണ്. ഇവിടെ ടോയ്സുകളും വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. 5-6 വഞ്ചികൾ തീരത്തോട് ചേർന്ന് കിടക്കുന്നു. നേരത്തെ കണ്ട സ്പീഡ് ബോട്ടിൽ സഞ്ചാരികൾ കാഴ്ച കാണാൻ പുറപ്പെടുന്നു. ഫോർട്ട് കൊച്ചിയും ഫോർട്ട് വൈപ്പിനും ബോൾഗാട്ടിയും തുടങ്ങി കൊച്ചിയുടെ കാഴ്ചകൾ കാണാൻ. ഇവിടെ ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് എരിവായി വെച്ചിരിക്കുന്നു. ഉപ്പിലിട്ട് നെല്ലിക്ക, പൈനാപ്പിൾ തുടങ്ങിയവയും ഉണ്ട്. കുറച്ച് പ്രാവുകളും കാണാം. കൊച്ചിയെ കണ്ടറിയാനുള്ള സഞ്ചാരികൾക്ക് ബോട്ടിലൂടെ സഞ്ചരിക്കാനായി കുറച്ച് ബോട്ടുകളും ഇവിടെ കാണാം. എറണാകുളം ബോട്ട് ജെട്ടി ബസ് സ്റ്റാൻഡാണിത്. ഇതാണ് ബോട്ട് ജെട്ടി. ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ യാത്ര ആരംഭിച്ചു. ബോട്ട് പുറപ്പെട്ടു. ഇനി കൊച്ചി കായലിലൂടെയുള്ള കാഴ്ചകൾ. നമുക്ക് ഇറങ്ങേണ്ടത് 2ാമത്തെ ജെട്ടിയാണ്. ആദ്യം കാണുന്നത് വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള ജെട്ടിയാണ്. ഇതിൻ്റെ പേര് എമിഗ്രേഷൻ ജെട്ടി. കൃത്രിമമായി നിർമ്മിച്ച ഐലൻഡാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇതിനെ നിർമ്മിച്ചത്. ഈ കാണുന്നത് കൊച്ചി ടെർമിനൽ പോർട്ടാണ്. കുറച്ചുകൂടി പോയാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കസ്റ്റം ബോട്ട് ജെട്ടിയിൽ എത്തും. ഏകദേശം 20 മിനിറ്റ് എടുത്തു ഇവിടെ എത്താൻ. ഇനി എനിക്ക് നടക്കണം. ഫോർട്ട് കൊച്ചി വരെ പോകാൻ ഒരു 20 മിനിറ്റോളം എടുക്കും. അവിടെ നടന്നെത്താൻ വഴിയോര കാഴ്ചകൾ തന്നെയുണ്ട് കാണാൻ. ഇവിടെ തന്നെ കെട്ടിടങ്ങൾക്ക് തന്നെ പല കഥകളും പറയാനുണ്ടാവും. പഴമയുടെ കെട്ടിടങ്ങളും പുതുമയായി നിലനിർത്തിയിരിക്കുന്നു. ഇവിടെ പ്രശസ്തമായ സ്ഥലങ്ങളുണ്ട്. പക്ഷേ അവിടേക്കെല്ലാം ഞാൻ പോകുന്നില്ല. പോകുന്ന വഴിയിൽ ചില ശേഷിപ്പുകൾ കാണാൻ കഴിയും. അതെല്ലാം കാണാം. കൊച്ചിയുടെ കഥകളുടെ ശേഷിപ്പുകൾ, പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ തുടങ്ങിയ കൊച്ചിയെ ഓർമ്മിപ്പിക്കുന്ന ചരിത്രപ്രധാനമായ ഓർമ്മകൾ. ഫോർട്ട് വൈപ്പിൻ മുതൽ ഫോർട്ട് കൊച്ചിയിലെത്താനുള്ള ജങ്കാ സർവീസുകൾ കാണാം. വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന തോന്നലായി. അടുത്ത് തന്നെ ജങ്കാ സർവീസിന് സമീപം തന്നെ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയിൽ നിന്നും ചോറ് കഴിച്ചു.
സാമ്പാറും ഒരു ഒലത്തും പപ്പടവുമാണ്. പിന്നെ അച്ചാറും. പോരെ, ഭക്ഷണം കഴിച്ച് തൃപ്തിയായി. ഞാൻ കുറച്ചു നേരം ജങ്കാറിൽ കാഴ്ച കണ്ടിരുന്നു. പിന്നെ വാസ്കോ ഡ ഗാമ സ്ക്വയറിലേക്ക് നടന്നു. ഇവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. അമരാവതി റോഡിന് ബോർഡാണ് കാണുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സെല്ലാം വെക്കാൻ വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ. ചെറിയ കച്ചവട സ്റ്റാളുകൾ കാണാം. ചൈനീസ് നെറ്റാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ ഒരു കപ്പൽ പോകുന്നത് കാണാം. ഇത് എന്തുമായി വരുന്നതെന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞ് ചെന്നാൽ വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയിലെത്താം. മറൈൻ ഡ്രൈവിൽ നിന്ന് എളുപ്പത്തിൽ ഫോർട്ട് കൊച്ചിയിലെത്താൻ വേണ്ടി നമുക്ക് വാട്ടർ മെട്രോ സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റ് കസ്റ്റം ജെട്ടിൽ നിന്നുള്ള നടന്നു വരാനുള്ള ആ ദൂരം കുറക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ വാസ്കോ ഡ ഗാമ സ്ക്വയറിലെത്തി. മത്സ്യബന്ധന വഞ്ചികളും ചൈനീസ് നെറ്റും കണ്ടു തുടങ്ങി. മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലം, വിനോദസഞ്ചാരികളുമായി ഉല്ലാസയാത്ര നടത്തുന്ന ബോട്ടുകൾ, കുറേ അധികം വഞ്ചികളും കാണാം. കുട്ടികളെ ആകർഷിക്കുന്ന കളിപ്പാട്ടവും. ഇവിടെ കുറച്ച് കൂട്ടമായി അരിമണികൾ കൊത്തിയെടുക്കുന്ന പ്രാവിൻ കൂട്ടത്തെയും കണ്ടു. ഇവിടത്തുകാരുടെ ജീവിതമാർഗമായ വഞ്ചി കാഴ്ചകൾ ചരിത്ര പ്രാധാന്യം നൽകുന്നു. ഫോർട്ട് കൊച്ചി ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകൾ. ഫ്രഷ് മത്സ്യങ്ങൾ, കൊഞ്ചും പാമുള്ളനും ചെമ്മീനും കണമും കരിമീനും, അങ്ങനെ ധാരാളം മത്സ്യങ്ങൾ. ഇവിടുത്തുകാരുടെ ജീവിതമാർഗമായ മത്സ്യബന്ധനം, വഞ്ചിയിലും പിന്നെ ചൈനീസ് നെറ്റും ഉപയോഗിച്ചുള്ള മീൻപിടുത്തം. ഇവിടെ വരുന്ന കാഴ്ചക്കാരുടെ കാഴ്ചകളാകും ഇവ. അങ്ങനെ അവിടെ തന്നെ കുറച്ച് കച്ചവട കടകളാണ്. വഴിയരികിലിരുവശവും ബാഗിൻ്റെ ഐറ്റംസ് കിട്ടുന്ന കട, കേരളീയത പതിപ്പിച്ചിരിക്കുന്ന കലകൗശല വസ്തുക്കൾ, വിവിധ തരം സംഗീത ഉപകരണങ്ങൾ, കേരളീയത തുളുമ്പുന്ന മറ്റൊരു സ്റ്റാളും കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കുന്നു. വളകൾ, മാലകൾ, അങ്ങനെ പല ഐറ്റംസുകൾ. ഇവിടെ ഒരു ആൽമരം കാണാം. വള്ളികളൊക്കെ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച. പ്രിൻ്റടിച്ച് വെച്ചിരിക്കുന്ന സഞ്ചികൾ, മറ്റൊരു ചീനവലയാണിത്. ഈ കാഴ്ച നോക്കിയേ, കൊള്ളാലേ. ഉച്ചയാണെങ്കിലും ആവശ്യത്തിന് ആളുകളുണ്ട്. കൂടുതലും ടൂറിസ്റ്റുകളാണ്. അവർ ഫോർട്ട് കൊച്ചിയെ കൺകുളിരെ കണ്ട് ആസ്വദിക്കുന്നു. അങ്ങ് അകലെ ഫോർട്ട് കൊച്ചി തീരങ്ങൾ കാണാം. ഇത് ഫോർട്ട് കൊച്ചി ബീച്ചിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്റ്റീം ബോയിലറുകളാണ്. അങ്ങു ദൂരെ മറ്റൊരു കപ്പൽ പോകുന്നത് കാണാം. ഇവിടെ നിന്നാൽ ഈ കപ്പൽ കൂടുതൽ അടുത്ത് കാണാം. അതങ്ങ് മറൈൻ ഡ്രൈവ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഐസ്ക്രീം വണ്ടിയും ഐസ്ക്രീം കോണുകളും. ഈ ഭാഗത്ത് വന്നാൽ നല്ല ഫുഡുകൾ കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുകയാണെന്ന്. ശാന്തമാണ്. ഇതും ഒരു ചരിത്രം പറയുന്ന ഒരു സാക്ഷിയായി നിലനിൽക്കുന്നു. 1503 പോർച്ചുഗീസുകാർ ഫോർട്ട് ഇമാനുവൽ നിർമ്മിച്ചു. ഇതാണ് യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. കാഴ്ചയും കണ്ട് മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തിയും ഫോർട്ട് കൊച്ചിയുടെ കാഴ്ചയുടെ അവസാന ഭാഗത്തേക്ക് അടുത്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് കായൽ സമുദ്രമായി ചേരുന്ന ഭാഗം. ചരിത്രമുറങ്ങുന്ന കൊച്ചി എന്തായാലും വരുന്നവർക്ക് ചരിത്രമായാണ് പോകുവാൻ സമ്മതിക്കുക. ഇവിടെ ഒരു ആൽമരമുണ്ട്. അതിൻ്റെ അരികിൽ നല്ല ഓക്സിജനുമായിരിക്കും. ഡച്ച് സെമിത്തേരി ഇവിടെയാണ് എന്ന് തോന്നുന്നു. 0 കിലോമീറ്റർ എന്ന് എഴുതിയിരിക്കുന്നു.
ഇവിടെ ജങ്കാർ സർവീസ് കാണാം. ഫോർട്ട് വൈബിനേക്കുള്ള ജങ്കാറുകളാണ്. 2 ജങ്കാറുകൾ കാണാം. അവ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം പാലിച്ച് സർവീസ് നടത്തുന്നു. ആ കാഴ്ചകളും കണ്ടു ഞാൻ നിന്നു. ഇതെല്ലാമാണ് ഇന്നത്തെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.